ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2025 കറണ്ട് അഫയേഴ്സിൻ്റെ PDF ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10-600ഓളം പേജുള്ള ഒരു PDF ആണ്. നമ്മൾ ഈ എല്ലാ ഫാക്ട്സും പഠിച്ച് വെക്കുമ്പോൾ എന്തായാലും മറന്നു പോകും. അപ്പോൾ കുറേയൊക്കെ പഠിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ബന്ധമോ റിലേഷനോ ചളിയൊക്കെ വെച്ച് പഠിക്കാറുണ്ടല്ലേ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ. ആ ഒരു അപ്രോച്ചിൽ പഠിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, ചില സാധനങ്ങളൊക്കെ പക്ക ചളിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. അതിനു മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഞാനും ഒരു ആസ്പിരൻ്റാണ്. എനിക്ക് PDF-ഉം PPT ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ കണ്ടൻറ്റിൻ്റെ PDF ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇൻഡോലോഗസിൻ്റെ ഒരു PDF ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ എന്തെങ്കിലുമൊക്കെ കോഡ് പറയുന്ന സമയത്ത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒരു കോഡും ഉണ്ടാക്കാറില്ല. എങ്കിലും അറിയാതെ വന്നു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇതിലും നല്ല കോഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങ് പറയാറാണ് പതിവ്, അങ്ങനെ അങ്ങ് പറയത്തുള്ളൂ. അപ്പോൾ അതിലും നല്ല കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിലിടണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സൊക്കെ ചെയ്യുമ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപയോഗപ്രദമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി നോക്കിയാലോ. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നോക്കാം. അതുപോലെ ഞാൻ ഈ സൈഡിൽ കിടക്കുന്ന ബോക്സ് അതൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ലെന്ത് പോകും. അപ്പോൾ അത് ഓൾറെഡി PDF അവൈലബിൾ ആണല്ലോ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ നിങ്ങളത് നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഉപയോഗമാകാൻ വേണ്ടി, ഈസി ആവാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു പോകുന്നത് മാത്രം മനസ്സിൽ തോന്നുന്നത്. എല്ലാം നല്ലതാവണമെന്നില്ല, ചില കോഡ് കിട്ടാറുമില്ല. കിട്ടുന്നത് നമുക്ക് നോക്കിപ്പോൾ. അപ്പോൾ ഇത് ഫസ്റ്റ് വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ. അപ്പോൾ അത് ആൻസർ വരുന്നത് ഉത്തർപ്രദേശാണ്. ഈ വിസ്ത എന്ന് പറയുമ്പോൾ ഒരു പിസ്ത, നമ്മൾ ഈ വീട്ടിലൊക്കെ പിസ്തയും അണ്ടിപ്പരിപ്പും ഒക്കെ ഉത്തരത്തിലല്ലേ വെക്കുക, ആരും പിള്ളേരൊന്നും ചെന്ന് പെട്ടെന്ന് എടുക്കാതിരിക്കാൻ. അങ്ങനെ ഒരു കോഡ് പിടിച്ചാലോ നമുക്ക്. വിസ്താടവും വിസ്ത എന്നുള്ളത് നമുക്ക് പിസ്തയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്. അല്ലെങ്കിൽ വിസ, വേറൊരു കോഡ് തോന്നുന്നത് വിസ. നമ്മൾ ഈ വിസയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തൊക്കെ പോകുന്നത് ഉത്തരത്തിലൂടെ ഇങ്ങനെ പ്ലെയിനിലൊക്കെ അല്ലേ പോവുക. ഞാൻ പറഞ്ഞില്ലേ കട്ടച്ചളിയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത നോക്കാം. വേൾഡ് ബാങ്ക് ലാൻഡ് കോൺഫറൻസ് 2025. ലാൻഡ് കോൺഫറൻസ്. അപ്പോൾ ആൻസർ വാഷിങ്ടൺ DC. കണ്ടോ, ലാൻഡ് കോൺഫറൻസ് LC നടന്നത് എവിടെ? DC-യിൽ. അത്രയേ ഉള്ളൂ. LC നടന്നത് DC-യിൽ. അടുത്തത് ഇത് കോഡ് കിട്ടാൻ ഇച്ചിരി പാടാണ്. നാഷണൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ കോഡിൽ ഒപ്പിക്കും? എൻവയോൺമെൻറ്റ് ദ്രൗപദി മുർമു ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. ദ്രൗപദി മുർമു. നമ്മൾ ഈ മർമറിങ് സൗണ്ടൊക്കെ പ്രകൃതിയുടേതാണല്ലോ. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? നല്ലത് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അടുത്തത് വിച്ച് ഗ്ലേസിയർ ഇൻ നേപ്പാൾ വാസ് ഡിക്ലെയർഡ് ഡെഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് യാല ഗ്ലേസിയർ. യാല, മരണം, യാല, യമൻ എന്നൊക്കെ വരുന്നത് ഒരു മരണമായിട്ട് റിലേറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ യാല, യമൻ കിട്ടുന്നുണ്ടോ? വെച്ച് നമുക്ക് പിടിക്കാം. ഓക്കെ, അടുത്തത് ഞാൻ പെട്ടെന്ന് പോകുന്നത്, നമുക്ക് 10-600 PDF ഉണ്ട്. ഇന്ന് പരമാവധി ഒരു 50-100 എണ്ണം ഒപ്പിക്കണം. ഇത് മതിയല്ലോ, കോഡ് പഠിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ സെക്രട്ടറി ജനറൽ ഓഫ് ദി കോമൺവെൽത്ത് ഓഫ് നേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B. കണ്ടോ, ഷേർലി ബോച്ച്വേ. ഇപ്പോൾ കോമൺവെൽത്ത്, നമ്മുടെ ബോച്ചെ ഉണ്ടല്ലേ, പുള്ളിക്ക് ഒരു ഗോൾഡൻ റോൾസ് റോയ്സ് ഒക്കെ ഇല്ലേ, അത്യാവശ്യം വെൽത്തുള്ള മനുഷ്യനാണല്ലേ. അപ്പോൾ ഇതിവിടെ വരുന്ന ഫസ്റ്റ് ആഫ്രിക്കൻ വുമണാണ്. അപ്പോൾ അതിൽ നിന്ന് കണ്ടോ, വുമണിൻ്റെ പ്രൊണൗൺ ഷീ. ഇപ്പോൾ ഷേർലി ബോച്ച്വേ ഒരു ഗാനക്കാരിയാണ്. നമ്മുടെ ബോച്ചയ്ക്കും ഒരു ട്രെയിൻ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലേ. ഫുഡൊക്കെ കഴിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? ഒരു റീല്, ഒരു കള്ളുകൂടമൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നത് സൂപ്പറാണ്. യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പഠിക്കാം. അടുത്തത് വേർ വാസ് ദി വേൾഡ് ഓഡിയോ വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ്. വേവ്സ്. അത് വെച്ച് പഠിക്കാം. നമ്മൾ മലയാളികളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, തിരമാല സുനാമിയൊക്കെ വന്നാൽ മുമ്പിൽ പോയി നിന്ന് കൊടുക്കുമെന്ന് കാണാനായിട്ട് അല്ലേ. വേവ്സൊക്കെ വരുമ്പോൾ മുമ്പിൽ പോയി നിന്ന് കൊടുക്കും. എൻ്റെ ആൻസർ മുംബൈ. മുന്നിൽ പോയി നിന്ന് കൊടുക്കും വേവ്സ്. അടുത്തത് ജ്യോതി സ്കീം. ഒരു പേരിൽ നിന്നൊരു കേരള പേര് പോലെ തോന്നുന്നു, പക്ഷെ അങ്ങനെ നമുക്ക് ഓർക്കാൻ പാടാ. ജ്യോതി സ്കീം കേരളത്തിലെ മൈഗ്രൻ്റ് ചിൽഡ്രൻസിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്കീമാണ്. തിളക്കം സിനിമയിൽ ജ്യോതി കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഓർക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ നല്ല കോഡുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. അടുത്തത് ഹൂ വൺ ദി ഗോൾഡ് ഇൻ മെൻസ് ജാവലിൻ ത്രോ അറ്റ് ദി 2025 ദോഹ ഡയമണ്ട് ലീഗ്. ഡയമണ്ട് വെച്ച് പറ്റും. നമ്മൾ പറയാറില്ലേ ഡയമണ്ട് ജൂബിലി എന്നൊക്കെ. ഡയമണ്ട് ജൂബിലി എത്രാമത്തെ വർഷമാണ് ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നത്? 40 കറക്റ്റ് അറിയില്ല, അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഡയമണ്ട് ജൂബിലി അത് വെച്ച് നോക്കിയേ, കിട്ടിയതാർക്കാ? ജൂലിയൻ വെബർ.
ഡയമണ്ട് ജൂബിലി, ജൂലിയൻ വെബർ. യെസ്, അവരുടെ ആ മീറ്റർ ഒന്ന് നോക്കി വെച്ചേക്കണേ രണ്ടുപേരുടെയും. നീരജ് ചോപ്ര 90 പോയിൻ്റേ ഉള്ളൂ, മറ്റേ 91 ഉണ്ട്. ഓക്കെ. അടുത്ത് ഷിരൂയി ലില്ലി. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇതൊരു കറണ്ട് അഫെയർ അല്ലല്ലോ, ഫാക്റ്റ് അല്ലേ. ഷിരൂയി ലില്ലി മണിപ്പൂരിലെയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ടു എൻഹാൻസ് ജുഡീഷ്യൽ കോപ്പറേഷൻ. ഇപ്പോൾ ജുഡീഷ്യൽ കോപ്പറേഷൻ നേപ്പാളുമായിട്ടാണല്ലേ. നേപ്പാളിൽ മറ്റേ ജെൻസി കലാപമൊക്കെ നേപ്പാളിലല്ലായിരുന്നോ? അപ്പോൾ കുറച്ച് ജുഡീഷ്യൽ കോപ്പറേഷൻ്റെ ആവശ്യം ഉണ്ടല്ലോ അവിടെ. ഞാൻ പറയുന്നത് കണക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആലോചിച്ചാൽ കിട്ടുമല്ലോ. 37ാമത്തെ കഥക് മഹോത്സവ്. സോ കഥക് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കഥക് എവിടുത്തെയാണ്? ഉത്തർപ്രദേശിലെയാണ്. അപ്പോൾ കോഡ് ഉണ്ടാക്കുമ്പോൾ അത് തിരിഞ്ഞു പോകരുത് കേട്ടോ. ഉണ്ടാക്കുന്നെങ്കിൽ കോഡ് കഥക് യുപിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ, കാരണം കൂടുതൽ വട്ടം ചോദിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 37ാമത്തെ കഥക് മഹോത്സവമാണ്. അപ്പോൾ അത് ന്യൂഡൽഹിയാണ് ആൻസർ വരുന്നത്. കഥ, നമുക്കായാലും പുതിയ കഥകൾ കേൾക്കാനല്ലേ ഇഷ്ടം. ഇപ്പം ന്യൂ കഥ, അങ്ങനെ ആലോചിച്ച് നോക്ക്, ന്യൂ കഥ. ഇതറിയാവുന്നവരെ ഈ കോഡ് ന്യൂ പഠിക്കാൻ നിൽക്കാവൂ, അല്ലെങ്കിൽ കഥക്ക് ഡൽഹി എന്നുള്ളത് വരരുത് മനസ്സിൽ. ഓക്കെ. കൂടുതൽ ചോദിക്കുന്നത് അത് എവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അടുത്തത്, ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി പ്രൈവറ്റ് സെക്രട്ടറി ടു PM മോദി. ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആൻസർ വരുന്നത് ഓപ്ഷൻ എ, നിധി തിവാരി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിധി ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൈവറ്റ് ആക്കാൻ നോക്കത്തില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക, നിധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ആലോചിക്കാമല്ലോ. അതുപോലെ ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ പേര് പറയുന്നുണ്ട്. സോ നമ്മുടെയൊക്കെ സ്കൂളിലെ പ്രിൻസിപ്പളിനെ ആലോചിച്ച് നോക്ക്, എപ്പോഴും മസിലൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു ശക്തിമാൻ്റെ കണക്കായിരിക്കും അല്ലേ. പക്ഷേ പുള്ളി അങ്ങനെ ആയിരിക്കും നടക്കുന്നത്. പക്ഷെ നമ്മളവരെ കളിയാക്കി PK എന്നൊക്കെ വേണമെങ്കിൽ ഒരു കോഡൊക്കെ കാണും, PK എന്നൊക്കെ വിളിച്ച് കളിയാക്കാനൊക്കെ ശ്രമിക്കും. പ്രമോദ് കുമാറും ഉണ്ട്, ശക്തികാന്തും ഉണ്ട്. ഇങ്ങനെയൊക്കെ ഓർക്കാം. അടുത്തത്, ഫസ്റ്റ് ഇന്ത്യൻ ടു സ്കോർ 13,000 റൺസ് ഇൻ T20. ഇതറിയാം. എങ്ങനെ പഠിക്കും? വിരാട് കോഹ്ലിയാണ് ആൻസർ. പുള്ളിയുടെ ജേഴ്സി നമ്പർ 18 അല്ലേ. അപ്പോൾ ഇത് ഒന്ന് മോഡിഫൈ ചെയ്താൽ 18 ആക്കാമല്ലേ, ആലോചിച്ചു. ഓക്കെ. അടുത്തത് 2035 ഫിഫ വുമൺസ് വേൾഡ് കപ്പ്. 2035 ഫിഫ വുമൺസ് വേൾഡ് കപ്പ്. 2035 വരെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണ്. ഒന്ന് മോഡിഫൈ ചെയ്താൽ UK എന്ന് കിട്ടും, ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. 2035 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് എല്ലാം അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്കതിനെ UK എന്ന് വിളിക്കാം. അടുത്തത്, നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. അതുകൊണ്ടോ ഒരു ക്യൂബാണ്, 343, 7ൻ്റെ ക്യൂബല്ലേ. ഇപ്പോൾ ക്രിട്ടിക്കൽ, ഈ ക്യൂബൊക്കെ പഠിച്ചു വെക്കേണ്ടത് മാത്സിനെ സംബന്ധിച്ച് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഒരു ക്യൂബാണ്, ആ നമ്പേഴ്സ് നമുക്കൊരു ക്യൂബിൻ്റെ സാധനം കിട്ടും. അതുമാത്രമല്ല 7 വർഷം ആണ് അതിൻ്റെ കാലാവധി വരുന്നത്, ഔട്ട്ലേ വരുന്നത്. ഓക്കെ. അടുത്തത്, ബാക്കി ഫാക്ട്സൊക്കെ വായിച്ചു പോണേ. ഭീംറാവു അംബേദ്കർ അഭയാരണ്യ ന്യൂ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, മധ്യപ്രദേശാണ് ആൻസർ വരുന്നത്. നമ്മൾ ഈ അമ്പൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ മധ്യത്തിൽ കൊള്ളണം എന്നല്ലേ പറയാം, നമ്മുടെ എയിമിങ് പോയിൻ്റ് മധ്യപ്രദേശ്, അംബേദ്കർ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ വേറൊരു കോഡ്, മദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഭീമനെ പോലെ ഭയങ്കര പവറാണെന്നാണ് നമ്മുടെ വിചാരം അല്ലേ. അല്ലേ വേണ്ട, ഇതല്ലേ നല്ലത്, അംബേദ്കർ, അമ്പ്, നടുക്ക്, മദ്യം. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അടുത്തത്, കുമുദിനി ലാക്യ. നമ്മൾ നേരത്തെ കഥക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുതിയ കഥകൾ കേൾക്കണം നമ്മൾ പറഞ്ഞില്ലേ. കഥകൾ എത്ര കേട്ടാലും നമ്മൾ മടുക്കത്തില്ല, ലക്ഷക്കണക്കിന് കഥകൾ കേട്ടാലും നമ്മൾ മടുക്കത്തില്ല. ലാക്യ കഥക്. ഇപ്പോൾ ഈ കോഡ് പെട്ടെന്ന് കിട്ടുന്നത്, ഞാനിത് ഓൾറെഡി ഒരു വട്ടം PDF വായിച്ചിരുന്നു, അപ്പം മനസ്സിൽ തോന്നിയതൊക്കെ ഓർത്ത് വെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളിത് വായിച്ചിട്ടൊക്കെ എനിക്ക് സമയം എടുക്കത്തില്ലേ. ഓക്കെ, അങ്ങനെ കിട്ടിയ നല്ല കോഡുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ടൈറ്റിൽ. അപ്പോൾ ഫുട്ബോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും ഇന്ത്യ ക്രിക്കറ്റ് പോലെ തന്നെ ഫുട്ബോളിൽ മികച്ചതാവണം, ഇൻ്റർനാഷണൽ കപ്പുകളൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു മോഹമാണത്. ഇപ്പോൾ ISL പോലൊരു വലിയ നല്ല കളിയുടെ ആ ഒരു മോഹം നമ്മൾ പൂവണിഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ ജയിച്ചത് മോഹൻ ബഗാൻ. അതിൻ്റെ ഡിഫീറ്റ് ചെയ്തൊക്കെ നോക്കി വെച്ചേക്കണേ. അടുത്തത്, ഡെസേർട്ട് ഫ്ലാഗ് 10. ഓക്കെ, ഡെസേർട്ട് ഫ്ലാഗ് UAE ആണ് ആൻസർ വരുന്നത്. നമ്മുടെ എമിറേറ്റ്സിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടോ? അതിനകത്തൊക്കെ ഈ ഫ്ലൈറ്റിൻ്റെ മുകളിൽ കൊടിയൊക്കെ കെട്ടിവെച്ച് ഒക്കെ ഓരോ നല്ല നല്ല പരസ്യങ്ങൾ എമിറേറ്റ്സും എത്തിഹാദും ഒക്കെ ഇറക്കാറുണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ ഡെസേർട്ട് ഫ്ലാഗ്, ഡെസേർട്ടിൻ്റെ മുകളിലൂടെ പോകുന്നു, UAE, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ കിട്ടും. ഓക്കെ. ഡയറക്ടർ ഓഫ് EDയുടെ ഡയറക്ടർ. നമ്മളെ പടമൊക്കെ കാണാൻ പോകുമ്പം നല്ല നവീനമായിട്ടുള്ള ഇടികൾ കാണാനല്ലേ നമുക്കിഷ്ടം. ഞാൻ ഇന്നലെ ചത്താപ്പച്ച പോയി കണ്ടിരുന്നു. പുതിയ ഇടികളും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. അപ്പം ഇടി വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ? നവീനമായിട്ടുള്ള ഇടി. ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കിക്കോണേ. അടുത്തത് PM അവാർഡ്സ് ഫോർ എക്സലൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ പബ്ലിക്ക് ഒരു എക്സലൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ, നമ്മളായാലും അങ്ങനെയല്ലേ, അമ്പലത്തിലൊക്കെ കഞ്ഞിയോ വയറൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം എന്നും പറഞ്ഞ് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ പോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവണ്ടേ. പബ്ലിക് എക്സലൻസ് എന്നൊക്കെ കിട്ടുന്നുണ്ടോ? ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഓർക്കാം. അടുത്തത് വേർ ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്. ക്വാണ്ടം നമ്മുടെ മാത്സിൽ പറയല്ലേ ക്വാണ്ട്. എന്തൊരു വധമാണല്ലേ ചില സമയത്തൊക്കെ. ഒരു വധി കിട്ടുന്നുണ്ടോ? അമരാവതി, ഒരു മരണമായിട്ടൊക്കെ ബന്ധമുണ്ട്. മരണം വധിച്ച് കൊല്ലുവാണെന്ന് പറയും മാത്സിൻ്റെ ചില ക്വസ്റ്റ്യൻസൊക്കെ. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാലോ. അല്ലെങ്കിൽ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജാണ്. ഓപ്ഷൻസ് കണ്ടോ? ബാക്കിയെല്ലാം ഒരു സിറ്റി അല്ലേ. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അടുത്തത് ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ്. ആൻസർ വരുന്നത് KM ബിർളയാണ്. കുമാർ മംഗളം ബിർള. ഓക്കെ. മങ്കേഷ്കർ വെച്ച് മംഗളം അങ്ങനെ പഠിച്ചാലോ. അല്ലെങ്കിൽ നോക്കിയേ, ദീനനാഥ്, നമ്മൾ ഈ ബിർള എന്നുള്ളതൊന്ന് മാറ്റി ബാറില എന്ന് ആലോചിച്ചാലോ. ബാറില. നമ്മൾ ചില ആൾക്കാർ ദീനം വന്നാലും നേരെ എങ്ങോട്ടാണ് വിടുന്നത്? ബാറിലോട്ടാണ് വിടുന്നത് അല്ലേ. ബിർള, ദീനനാഥ്, അല്ലെങ്കിൽ മങ്കേഷ്കർ വെച്ച് ആലോചിക്കാം കേട്ടോ. രണ്ട് രീതിയിലും ആലോചിക്കാമല്ലോ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ ഇൻ 2025. റവന്യൂ. അപ്പോൾ നമ്മൾ ഈ സാലറി ഒക്കെ കിട്ടി തുടങ്ങിയാൽ നമ്മുടെ റവന്യൂ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി കള്ളമൊക്കെ പറയുമല്ലോ. ഒരു 40 കിട്ടിയാൽ 30K എന്നൊക്കെ പറയും ചില ആളുകളോട്. നീ വാസ്തവം പറയടാ, നീ സത്യം പറയടാ, നിൻ്റെ റവന്യൂ എത്രടാ എന്നൊക്കെ ചോദിക്കാറില്ലേ. അല്ലെങ്കിൽ വെന്യൂ, നമ്മുടെ ഒരു സ്ഥലമൊക്കെ നീ കൂട്ടുകാർ ചോദിക്കുക എവിടെയാടാ നീ, നമ്മൾ മുന്നേ ഇറങ്ങി കാണത്തില്ല വീട്ടിൽ നിന്ന്, പക്ഷേ നമ്മൾ ഇറങ്ങിയെന്നും പറയും, എത്താറായെന്നൊക്കെ പറയും. വാസ്തവമായിട്ടൊരു ബന്ധം കിട്ടുന്നുണ്ടോ? റവന്യൂ വെച്ച് തന്നെ ആലോചിക്കും. വെന്യൂ വിട്ടേര്, റവന്യൂ സത്യം പറയത്തില്ല എന്നുള്ള സാധനം ആലോചിക്കാമല്ലോ. അടുത്തത് ഇതെല്ലാവർക്കും അറിയായിരിക്കും. മന്ദാര ഇനാഗുറേറ്റ് ചെയ്ത ആരാണെന്നാണ് ചോദ്യം. അറിഞ്ഞുകൂടാങ്കിൽ ഈ ഫോട്ടോ മനസ്സിലോട്ടങ്ങ് പതിച്ചോ, ആൻസർ കിട്ടിക്കോളും. മോദി. റാംസാർ അവാർഡ് ഫോർ വെറ്റ്ലാൻഡ് വൈസ് യൂസ്. ഇത് പല എക്സാമിനും, എനിക്കും ഏതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വെറ്റ്ലാൻഡ് വൈസ് യൂസ്. ഓക്കെ. അപ്പോൾ ഈ ആൻസർ വരുന്നത് ജയശ്രീ വെങ്കടേശൻ. ജയശ്രീ. നമ്മൾ ഈ ശ്രീമതി, ശ്രീമാൻ എന്നൊക്കെ പറയുന്നത് ഒരു വയസ്സായിട്ടുള്ള ആളെയല്ലേ. അങ്ങനെ ആലോചിച്ച് നോക്കിയേ. ജയശ്രീ, ജയശ്രീ എന്ന് പറയുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇന്ദിര എക്സസൈസ് ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ദിര എന്നുള്ള ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് ഇന്ത്യയും ഉണ്ട് റഷ്യയും ഉണ്ട്. സോ ഇത് നമ്മുടെ ആൻസർ വരുന്നത് റഷ്യയാണ്. പക്ഷേ പഠിക്കേണ്ട ഇതാട്ടോ, ചെന്നൈ ആൻഡ് ബേ ഓഫ് ബംഗാൾ എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അതായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡൻറ്റ് ഓഫ് IOC. ജസ്റ്റ് ഒളിമ്പിക്സിലൊക്കെ ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇന്ത്യ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്ത് ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ക്രിസ്റ്റി കോവൻട്രി, ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുത്തത് വിച്ച് ഹൈ സ്പീഡ് മൈക്രോ പ്രോസസ്സർ ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ ഇസ്രോ. മൈക്രോ പ്രോസസ്സർ. സോ ഈ മൈക്രോ എക്സ്പ്രഷൻ, നമ്മുടെ നടന്മാരെയും നടികളെക്കുറിച്ചൊക്കെ പറയില്ലേ, അവരുടെ എക്സ്പ്രഷൻസൊക്കെ എന്ത് പെർഫെക്റ്റാണ്. മൈക്രോ ആണ്. അപ്പോൾ ഒരു കണ്ടോ, വിക്രം ആൻഡ് കൽപ്പന ആക്ടേഴ്സിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഇതിനകത്തൊരു ഫാക്റ്റ് പഠിക്കണം. 32 ബിറ്റ് ഉള്ള മൈക്രോ പ്രോസസ്സേഴ്സാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് 3201 എന്നുള്ളത് പഠിച്ചു വെക്കേണ്ടി വരും. എന്നാലും എളുപ്പമാണ്. ആക്ടേഴ്സിൻ്റെ പേരാണ് മൈക്രോ എന്നുള്ളൊരു സാധനം വെച്ച് കണക്ട് ചെയ്ത് നോക്ക്. നഗോബ ജത്താര ഫെസ്റ്റിവൽ. നഖം കണ്ടോ, നഖം വെച്ച് യാത്ര ചെയ്യുന്ന ഒരു ജീവിയുടെ പേരാലോചിക്കാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ആനയാണ്. നഗോബ ജത്താര. അത് വെച്ച് ഞാൻ പറയാൻ കാരണം, ആനയെന്ന് പറയാൻ കാരണം തെലുങ്കാന കിട്ടാൻ വേണ്ടിയാണ്. ഈ നഖമൊക്കെ ഇങ്ങനെ തെള്ളിയിരിക്കും. തെലുങ്കാന.
ഹരിയാന വരരുത്, അതുകൊണ്ട് ഈ തെള്ളിയിരിക്കും എന്ന് പറയുന്നത്. തെലുങ്കാന, നഗോബ ജത്താര തെലുങ്കാന. പക്ക ചളിയാണ്, പഠിച്ചു വെച്ചോ. ആ നഖമൊക്കെ കൊണ്ട് കയറുന്നതും കൂടെ അങ്ങ് ആലോചിച്ച് കഴിഞ്ഞാൽ ഗോണ്ട് ട്രൈബ് ഇങ്ങി പോരും. അടുത്തത്, വിച്ച് മിനിസ്ട്രി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സ്വാറെയിൽ ആപ്പ്? ഇതെല്ലാവർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ തന്നെ റെയിൽ വെച്ച് അങ്ങ് പിടിച്ചോ, റെയിൽവേ. അണ്ടർ-19 വുമൻസ് T20. ഇത് ചില ഫ്രണ്ട്സൊക്കെ ഇത് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അണ്ടർ-19 വുമൻസ് T20, അതുപോലെ വുമൻസ് ODI. അത് രണ്ടും ഇന്ത്യ അല്ലായിരുന്നു ജയിച്ചത്, അത് സൗത്ത് ആഫ്രിക്ക തന്നെ ആയിരുന്നു തോന്നുന്നു ODIയുടെയും റണ്ണറപ്പ്. അപ്പോൾ അത് നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇതായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. പിന്നെ എക്കുവെരിൻ അതങ്ങനെ ഓർക്കും. എക്കുവെരിൻ അങ്ങനെ ഓർക്കാം. ഞാൻ അങ്ങനെയായിരുന്നു ഓർത്തത്. ഏകവരൻ എന്നാലോചിച്ച് നോക്കിയേ, ഏകവരൻ. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഒരു ഒറ്റ ഭാര്യ ഏകവരൻ എന്ന് പറഞ്ഞ് മാലയൊക്കെ ഇടാറുണ്ട്, താലിയൊക്കെ ഇടാറുണ്ടല്ലേ. മാൽഡീവ്സ്, മാല വെച്ച് ഏകവരൻ, എക്കുവരൻ അങ്ങനെ കിട്ടുന്നുണ്ടോ? നെക്സ്റ്റ്, ഫസ്റ്റ് AI യൂണിവേഴ്സിറ്റി. എ എന്നുള്ളത് അല്ലെന്നൊന്ന് പഠിച്ചു നോക്കി. നമ്മൾ ഈ ചില സാധനങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചേർക്കുമ്പം ഒരു ഒരു വലിയ സാധനത്തെ അല്ലേ നമ്മളങ്ങനെ പറയാറുള്ളത്. അങ്ങനെ ഞങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. അപ്പം മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി കിട്ടുന്നുണ്ടോ? ഗുണേരി വില്ലേജ്, രണ്ട് രീതിയിൽ ഓർക്കാം. GU വെച്ച് തന്നെയാണ് സ്റ്റേറ്റും പോകുന്നത്. ഗുണേരി വില്ലേജ് ഗുജറാത്ത്. അത് മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഗണ്ണൊക്കെ വെച്ച് പിടിക്കണോ? ഗണ്ണ്, ഉണ്ട അതൊക്കെ വെച്ച് പിടിക്കണോ? വേണ്ട, ഇത് മതി. ഗുണേരി ഗുജറാത്ത്. അടുത്ത സൂരജ് കുണ്ട് മേള 2025. സൂരജ് എന്ന് പറയുമ്പോൾ സൂര്യൻ എന്നൊരു സാധനം വരുന്നില്ലേ, നമുക്കറിയാമല്ലോ. മറ്റേ ISA ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഒക്കെ വരുന്നത് ഹരിയാന ഗുരുഗ്രാമല്ലേ. അപ്പോൾ അത് സൂര്യനുമായിട്ടൊരു ബന്ധം കിട്ടുന്നുണ്ടോ? അത് വെച്ച് നോക്കിയേ, ഹരിയാന തന്നെയാണ് നമ്മുടെ ആൻസറും. ഓക്കെ, പക്ഷേ തീം സ്റ്റേറ്റ് പഠിച്ചോണേ, മാറിപ്പോല്ലേ. ഒഡീഷ, മധ്യപ്രദേശ്. മദ്യം കഴിച്ചിട്ട് 2 റൗണ്ട് ഓടും, വെയിലത്ത് കിടന്ന് ഓടും എന്ന് ആലോചിച്ചാൽ മതി. മദ്യം കഴിച്ചിട്ട് വെയിലത്ത് കിടന്ന് 2 റൗണ്ട് ഓടും. നമ്മൾ വെയിൽ വെച്ചാണല്ലോ ഹരിയാന ഇപ്പം സൂരജ് കുണ്ട് ഓർത്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഫാക്റ്റാണല്ലോ, കറണ്ട് അഫെയർ അല്ലല്ലോ. അടുത്തത്, എക്സസൈസ് സൈക്ലോൺ 2025. സൈക്ലോൺ, ഈജിപ്റ്റ്. നല്ല പൊടി പടലമൊക്കെ ഉള്ളൊരു സ്ഥലം, പക്ഷെ അങ്ങനെ ഓർക്കാൻ പറ്റത്തില്ല അല്ലേ. എങ്ങനെ ഓർക്കും? ക്ലോൺ വെച്ച് ഓർക്കാവോ? നമ്മുടെ ഈജിപ്ഷ്യൻ മമ്മീസൊക്കെ ക്ലോൺ, അങ്ങനെ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നുണ്ട്. അടുത്ത നോക്കാം. 39ാമത്തെ നാഷണൽ ഗെയിംസ് 2027. നാഷണൽ ഗെയിംസ് മേഘാലയ. നാഷണൽ ഗെയിംസ് മേഘ. ഓക്കെ, നാഷണൽ ഗെയിംസ് മേഘ. നല്ല കോടാ. അടുത്തത്, ഫസ്റ്റ് ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം. അപ്പോൾ ഇതെങ്ങനെ ഓർക്കും? ഡൽഹിയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം. നമ്മൾ ഈ വേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ കൂടുതലും വരുന്ന ഡൽഹിയിലോട്ടല്ലേ. അപ്പോൾ അവരൊക്കെ ഇന്ത്യയുടെ മഹത്വമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭിത്തിയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കും ഡൽഹിയിൽ. അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നല്ല കോഡുണ്ടെങ്കിൽ പറയണേ. അടുത്തത്, ധർമ്മ ഗാർഡിയൻ 2025. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, ജപ്പാനാണ് ആൻസർ. അല്ലെങ്കിൽ ഒന്ന് കോഡ് വേണ്ടവർക്ക് എന്നാ പിടിച്ചോ, ഈ ധർമ്മമൊക്കെ കൊടുക്കുന്ന ഒരു പാനിനകത്തല്ലേ. ഓക്കെ, അതുപോലെ ധർമ്മ ഗാർഡിയൻ. അടുത്തത്, ടൈം മാഗസിൻസ് വുമൺ ഓഫ് ദി ഇയർ 2025. ടൈം മാഗസിൻ. സമയം വെച്ച് പിടിക്കാൻ പറ്റുമോ? നമ്മുടെ ആൻസർ വരുന്നത് പൂർണിമ ദേവി ബർമൻ. നേരത്തെ നമ്മളൊരു ബാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എത്ര ദീനമാണെങ്കിലും ബാറിൽ പോകുമെന്നും പറഞ്ഞ് നമ്മൾ ബിർളയെ പഠിച്ച് അല്ലേ. അപ്പോൾ അതുപോലെ സമയക്രമം നന്നായിട്ട് പാലിക്കുന്നത് ബാറിൻ്റെ ഫ്രണ്ടിലാണ്. എത്ര സമയം പോയാലും ക്യൂ നിൽക്കും. അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇനി അല്ലെങ്കിൽ മാഗസിൻ വെച്ച് വേണമെങ്കിൽ ഓർക്കാം അല്ലേ. മാഗസിൻ, നമ്മളെ ഈ ഓരോ മാഗസിൻ്റെ ഫ്രണ്ടിൽ ദേവിയുടെയും ദേവൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ വരാറില്ലേ. അങ്ങനെ വേണമെങ്കിൽ കേൾക്കാം, പക്ഷേ എനിക്കിഷ്ടം ഈ ടൈമും ബാറും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങളെങ്ങനെയാണെന്ന് നോക്ക്. ഓക്കെ, വിച്ച് സ്റ്റേറ്റ് റീസെൻ്റ്ലി സെലിബ്രേറ്റഡ് അലിയായി ലിഗാങ് ഫെസ്റ്റിവൽ? ഗ്യാങ് വെച്ച് പിടിക്കാം. ഗ്യാങ്ങായിട്ട് വന്ന ആൾക്കാരെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, മിസ്സിങ് ട്രൈബ്. ആൻസർ പക്ഷേ നമുക്ക് ആസാമാണ്. അതെങ്ങനെ ആലോചിക്കും? ആസ്വാമി അങ്ങനെ വല്ലതും ആലോചിക്കാൻ പറ്റുമോ? സ്വാമിമാർ, ആസാമി. അവർ സ്വാമിയല്ല, കപട വേഷം ധരിച്ച് ആസാമി
അവർ ഈ ഗ്യാങ്ങായിട്ട് വന്ന് തട്ടിക്കൊണ്ട് പോന്നു, ഒരു കഥ പോലെ. ഓക്കെ, ലോസാർ ഇതെല്ലാവർക്കും അറിയായിരിക്കും. അത് ടിബറ്റൻ ന്യൂ ഇയർ ആണ്. അപ്പോൾ അതുമായിട്ട് അടുത്ത് കിടക്കുന്ന ലഡാക്ക് കിട്ടുന്നുണ്ടല്ലോ. ലോസർ ആ പേരിൽ നിന്ന് തന്നെ ഒരു ബുദ്ധിസ്റ്റ് സാധനം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഡയറക്ടർ ജനറൽ ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, CRPFൻ്റെ റിസർവ്. ഓക്കെ, നമ്മൾ ഈ റിസർവ് ഫോറസ്റ്റിലൊക്കെ പോകുമ്പോഴേ നമ്മൾ വഴിയൊക്കെ പെട്ടുപോകുമോ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഓണാക്കി നോക്കുന്നത് GPS അല്ലേ. നമ്മുടെ ആൻസർ വരുന്നതും ഓപ്ഷൻ സി, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് എന്നുള്ളതാണ്. അപ്പോൾ GPS, റിസർവ് GPS ഒന്ന് ആലോചിച്ച് നോക്ക്, റിസർവ് GPS. ഓക്കെ, അടുത്ത BCCI, ബിസി അല്ലേ, ബിസി എന്ന് ആലോചിക്കും. ബിസി നമ്മൾ ചില ജോലിയൊക്കെ ചെയ്യുമ്പോഴേ ഈ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയും, ഓ ഇത് സൈക്കുവാണ്, ഒരു സന്തോഷമില്ല, ഫുൾ ബിസിയാണ് എന്നൊക്കെ പറയത്തില്ലേ. അത് വെച്ച് സൈക്കിയ കിട്ടുമല്ലോ, ഓപ്ഷൻ എ. ഓക്കെ, പ്രവാസി ഭാരതീയ ദിവസ്. ഇപ്പോൾ ഇതും ഒരു ഫാക്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ദിവസമാണ്. അതൊക്കെ അറിയാമല്ലോ. ഫാക്ട്സ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നോക്കിക്കോ. വേൾഡ് ഹിന്ദി ദിവസ്, അത് ജനുവരി 10 അപ്പം ജനുവരി 9 പുള്ളി സൗത്ത് ആഫ്രിക്കയിലാണ്. അവിടെ അങ്ങനെ ഹിന്ദി പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് ജനുവരി 10 ആയപ്പോൾ തൊട്ട് ഹിന്ദി പറയാൻ തുടങ്ങി. ഹിന്ദി പറയാൻ തുടങ്ങി. അപ്പോൾ ആൻസർ ജനുവരി 10. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ 48 എണ്ണം, നമുക്ക് 50 എണ്ണം പഠിക്കാം. ഒരുപാട് വീഡിയോ വലുതായിട്ടും കാര്യമില്ലല്ലോ. 47ാമത്തെ പ്രസിഡൻറ്റ് ഓഫ് US, അതെല്ലാവർക്കും അറിയായിരിക്കും. പ്രസിഡൻറ്റ് ട്രംപാണെന്ന്. 47 എന്നുള്ളത് അങ്ങനെ ഓർത്ത് വെക്കും. ഇപ്പോൾ TV വാർത്തയോ ഇപ്പോൾ പത്രമൊക്കെ തുറന്നാൽ എപ്പോഴും പുള്ളിയുടെ വാർത്തയുള്ളൂ. 4 ആഴ്ചയിൽ 7 ദിവസവും അല്ലേ, 7 ദിവസവും പുള്ളിയുടെ വാർത്തയുള്ളൂ. ആലോചിച്ചാൽ 47 കിട്ടിക്കോളും. പിന്നെ ഫ്ലമിംഗോ ഫെസ്റ്റിവൽ 2025, ഫ്ലെയിം വെച്ച് കിട്ടുമോ? ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ഫാക്റ്റ് ആയിരിക്കും. ഫ്ലെയിം നമ്മുടെ തീ, ഉള്ളു മൊത്തം കായുവാണെന്നൊക്കെ പറയും. അന്തർ അല്ലെങ്കിൽ പെരയ്ക്കകത്ത് അടുപ്പ് കൂട്ടി തീ എന്നോ അങ്ങനെയൊക്കെ ആലോചിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ ആലോചിക്കാം. അപ്പോൾ 50 എണ്ണമായി. ഇത്രയും പോരെ? വീഡിയോയുടെ എന്തൊരുപാട് കൂട്ടുണ്ടല്ലോ. നമുക്ക് 10-600 എണ്ണം ഉണ്ട്. എല്ലാം പഠിക്കാം, ഇങ്ങനെ തന്നെ പഠിക്കാം. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയെന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ സമയമില്ലാതൊക്കെ പെട്ടെന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് കോഡ് കിട്ടണം. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനെ വലിച്ചു വാരി കുറേ നേരം മെല്ലെ പറഞ്ഞ് ഈ സൈഡിലത്തെ ഫാക്റ്റൊക്കെ പറഞ്ഞും പോവാം. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ ഇത് ഒന്നും കൂടെ കണ്ടാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നല്ല കോഡ് കിട്ടുവാണെങ്കിൽ അത് കമൻറ്റും ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല കണ്ടൻറ്റ് ഡെയിലി ഞാൻ ഓരോ ട്രിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് വേണമെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം, ഓരോ ലിങ്ക്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.